ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടുത്തൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ്. ആദ്യം തന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ആ വ്യക്തിക്കുണ്ടാവുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചാണ്, ഒരു പ്രോഗ്രസ്സാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഡെവലപ്മെൻറ്റിനെ നമുക്കിങ്ങനെ പറയാം: ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ക്രിയേറ്റ്സ് ഗ്രോത്ത്, പ്രോഗ്രസ്, പോസിറ്റീവ് ചേഞ്ച് ഓർ ദ അഡീഷൻ ഓഫ് ഫിസിക്കൽ, എക്കണോമിക്, എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ കമ്പോണൻസ്. അതുപോലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ ഫിസിക്കലായിട്ടോ എക്കണോമിക്കായിട്ടോ എൻവയോൺമെൻറ്റലായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ കോമ്പോണൻസ് എന്തെങ്കിലും അഡീഷനാണോ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. എന്താണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്? The task which help the individual for the successful adjustment in the society is known as the developmental task. ഒരു വ്യക്തിക്ക് ഒരു സൊസൈറ്റിയിൽ സക്സസ്ഫുള്ളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിന് ആ വ്യക്തി ചെയ്യുന്ന ചില പ്രവർത്തികളെയാണ് നമ്മളിവിടെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത്. ഈ ടാസ്കിലൂടെയാണ്, ഓരോരോ ടാസ്ക് ചെയ്യുന്നതിലൂടെയാണ് ആ വ്യക്തി ഓരോരോ സ്റ്റേജസ് കടന്ന് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. ഇനി ടാസ്ക് എന്ന് പറയുന്നത് ഏജ് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഓരോ പ്രായത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളുണ്ട്, അല്ലെങ്കിൽ ഓരോരോ ടാസ്കുകൾ നമുക്കുണ്ട്. ആ ടാസ്കുകൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടതാണ്. അങ്ങനെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നത്. ഇനി ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നൊരു വ്യക്തിയാണ് റോബർട്ട് ഹേവിംഗ്ഹെസ്റ്റ്. So, according to him, developmental task is a task which arises at a certain period in the life of the individual, successful achievement of which leads to his happiness and success with later tasks, while failure leads to unhappiness in the individual, disapproval by the society and difficulty with later tasks. അപ്പോൾ ഹേവിംഗ്ഹെസ്റ്റ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: നമ്മളെല്ലാവരുടെയും ലൈഫിൽ, നമ്മുടെ സർട്ടൻ പീരീഡിൽ നമുക്ക് ചില ടാസ്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ടാസ്കുകൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സന്തോഷമാണ് പ്രദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി ഭാവിയിൽ വരുന്ന ടാസ്കുകൾ നമുക്ക് വിജയിക്കാനുള്ളൊരു മോട്ടിവേഷനും നമുക്ക് ഈ ഒരു ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ടാസ്ക് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫെയിലായി പോവുകയാണെങ്കിൽ നമുക്കത് അൺഹാപ്പിനെസ് ആണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സൊസൈറ്റിയിൽ നിന്നും ഇൻഡിവിജ്വൽ ലെവലിൽ നിന്നും നമുക്ക് ഡിസപ്രൂവലും, അതുപോലെ ഇനി വരാൻ പോകുന്ന ടാസ്കുകൾ ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ടിയും ആവുന്നു. ഇതാണ് റോബർട്ട് ഹേവിംഗ്ഹെസ്റ്റ് ഡെവലപ്മെൻറ്റൽ ടാസ്കിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ എല്ലാവരുടെയും ആഗ്രഹം എന്തായിരിക്കും? അതായത് ടാസ്കുകളെ കംപ്ലീറ്റ് ചെയ്യണമെന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹമെന്ന് പറയുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റേജസിലേക്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്താണെന്ന്, ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ടാസ്കുകൾ ചെയ്യേണ്ടി വരുന്നത്? അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് the 3 forces from which different kinds of developmental tasks arise. 3 ഫോഴ്സുകളാണ്. ഈ 3 ഫോഴ്സ് അല്ലെങ്കിൽ 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ടാസ്കുകൾ കയറി വരുന്നത്. ഇനി നമുക്ക് അവ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഫോഴ്സായി വരുന്നതാണ് ഫിസിക്കൽ മെച്ചുറേഷൻ. എന്താണ് ഫിസിക്കൽ മെച്ചുറേഷൻ? നമുക്കറിയാം, നമ്മുടെ ഓരോ ഏജ് കഴിയും തോറും നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസിലെ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ആദ്യം ജനിച്ചു കഴിഞ്ഞുടൻ നമ്മൾ ആദ്യം നടക്കാനായിട്ട് പഠിക്കണമല്ലേ? ഒരു വയസ്സ് പ്രായമാകുമ്പോഴേക്കും നമ്മൾ നടക്കാൻ പഠിക്കണം. അതൊരു ടാസ്ക്കാണ്, ലേണിംഗ് ടു വാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് ടു റൺ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലെ മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ അതൊരു ഒന്നാമത്തെ കാരണമായി പരിഗണിക്കാം. രണ്ടാമത്തെ ഫോഴ്സാണ് കൾച്ചറൽ പ്രഷർ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രഷർ മൂലം നമുക്ക് ഓരോരോ ടാസ്കുകൾ ചെയ്യേണ്ടി വരികയാണ്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ലേണിംഗ് ടു റീഡ് ആൻഡ് ലേണിംഗ് ടു റൈറ്റ് എന്നൊക്കെയാണ്. നമുക്കറിയാം, നമുക്കൊരു സൊസൈറ്റിയിൽ ജീവിക്കും തോറും നമുക്ക് പല പല മാറ്റങ്ങളുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ നമുക്ക് കുറേ മാറ്റങ്ങളുണ്ടാകുന്നുണ്ട്.
അപ്പോൾ നമ്മൾ നിർബന്ധമായും നമുക്ക് ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ് എന്ത്, ലേണിംഗ് ടു റൈറ്റ് ഓർ ലേണിംഗ് ടു റീഡ് എന്ന് പറയുന്നത്. ഇതൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും നമുക്ക് കൾച്ചറൽ പ്രഷർ ഓഫ് ദ സൊസൈറ്റി കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ടാസ്കിൽ വരുന്ന മറ്റൊരു ഫോഴ്സാണ് കൾച്ചറൽ പ്രഷർ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ സൊസൈറ്റിയുടെ ആഗ്രഹത്തിനനുസരിച്ച്, സൊസൈറ്റിയുടെ നീഡ് അനുസരിച്ച് നമ്മൾ പുതിയ പുതിയ ടാസ്കുകൾ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യേണ്ടി വരികയാണ്. അടുത്ത ലാസ്റ്റ് ഫോഴ്സാണ് പേഴ്സണൽ വാല്യൂസ് ആൻഡ് ആസ്പിറേഷൻസ്. നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൂല്യങ്ങൾ കൊണ്ടും നമ്മൾക്ക് കുറച്ച് ടാസ്കുകൾ ചെയ്യേണ്ടി വരികയാണ്. അതിനൊരു എക്സാമ്പിളാണ് ഡെവലപ്സ് എ വൊക്കേഷൻ. അതായത് നമുക്ക് ചില ജോലികൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഇന്ന ടാസ്കുകൾ ചെയ്തു പോയാൽ മാത്രമാണ് അത് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ആസ്പിറേഷൻസ് വെച്ച് നമുക്ക് ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഒരു ഫോഴ്സായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തത് 3 ഫോഴ്സസ് ഫ്രം വിച്ച് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് അറൈസ്. First one is physical maturation, second one is cultural pressure of society, and last one is personal values and aspirations. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റൽ ടാസ്കിൻ്റെ കുറച്ച് സവിശേഷതകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത് ആ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ ആസ്പിറേഷൻസും നീഡും അനുസരിച്ചാണ്. അപ്പോൾ സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ഈ നോംസൊക്കെ ഫോളോ ചെയ്യണമെന്നാണ്. അപ്പോൾ ഈ സർട്ടൻ എസെൻഷ്യൽ സ്കിൽസിലുള്ള ഒരു പ്രാവീണ്യമാണ് ഈ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ ഈ സ്കിൽസൊന്നും ഇല്ലാത്ത പേഴ്സൺസിനാണെങ്കിൽ ചിലപ്പോൾ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവർക്ക് അൺഹാപ്പിനെസ് ആണ് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺഹാപ്പിനെസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ ചില ടാസ്കുകൾ അവർ ഏത് സൊസൈറ്റിയിലാണ് എവിടെയാണ് താമസിക്കുന്നത് എന്നനുസരിച്ചല്ല. അതായത് ചില ഹ്യൂമൻ ബയോളജി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നടക്കാൻ പഠിക്കുക, ഓടാൻ പഠിക്കുക തുടങ്ങിയ ടാസ്കുകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയായിരിക്കും. പക്ഷേ ചില ടാസ്കുകൾ ചില സൊസൈറ്റിയിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില സൊസൈറ്റികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്. ചില സൊസൈറ്റിയിൽ ചിലപ്പോൾ കുറച്ചും കൂടി പ്രായം കഴിഞ്ഞ് അവരുടെ പഠനം കുറേ കഴിഞ്ഞിട്ടായിരിക്കും ജോലിക്ക് പോവുക. അപ്പോൾ അതൊക്കെ ആ ടാസ്കുകളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇപ്പോൾ ഓരോ ടാസ്കും ഓരോ ഏജ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ആ പേഴ്സൺ താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന സൊസൈറ്റിയും അനുസരിച്ചിരിക്കും. ഇനി നമ്മൾ ഡെവലപ്മെൻറ്റൽ ടാസ്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് സെർവ് ആസ് ഗൈഡ് ലൈൻസ് ടു ദ ഇൻഡിവിജ്വൽ ടു നോ വാട്ട് സൊസൈറ്റി എക്സ്പെക്ട് ഫ്രം ഹിം അറ്റ് ദ ഗിവൻ ഏജ്. ഓരോ ഏജ് ഗ്രൂപ്പിലും സൊസൈറ്റി എന്താണ് ആ ഇൻഡിവിജ്വലിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ഗൈഡ് ലൈൻസ് ആ ഇൻഡിവിജ്വലിന് കൊടുക്കാനായിട്ട് ഇത്തരം ടാസ്കുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലും അടുത്ത സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇനി ചെയ്യാനായിട്ടുള്ളത് എന്ന് മുൻകൂട്ടി കാണാനും ഇത് നമ്മെ സഹായിക്കുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു അപ്രോപ്രിയേറ്റ് അറ്റ്മോസ്ഫിയർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനും അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനൊക്കെ ടീച്ചേഴ്സിനെയും ഈ ഡെവലപ്മെൻറ്റൽ ടാസ്ക് സഹായിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റുഡൻസും അവരുടെ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുന്നു. ഇനി നമ്മളടുത്ത് പറയാൻ പോകുന്നത് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. നമ്മുടെ ജീവിത കാലഘട്ടത്തെ പല പല സ്റ്റേജസ് ആക്കി മാറ്റിയിട്ട് ഓരോ സ്റ്റേജിലും നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ സ്റ്റേജായ പ്രീ സ്കൂൾ സ്റ്റേജിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ലേണിംഗ് ടു വാക്ക്, ലേണിംഗ് ടു ടോക്ക് ആൻഡ് റെസ്പോണ്ട്, ലേണിംഗ് ടു ഈറ്റ് സോളിഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് വാട്ടർ ആൻഡ് മിൽക്ക്, learning to control the elimination of body waste, learning to sex difference, establish emotional relationship with parents, siblings and other people, differentiate between good task and bad task. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫിസിയോളജിക്കൽ സ്റ്റെബിലിറ്റി നേടുക എന്നുള്ളത്. അത് ഒരു പ്രീ സ്കൂൾ സ്റ്റേജിൽ തന്നെ നമ്മൾ നേടിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീ സ്കൂൾ സ്റ്റേജിലെ ഡെവലപ്മെൻറ്റൽ ടാസ്കുകൾ. ഇനി അടുത്ത സ്റ്റേജാണ് പ്രൈമറി സ്കൂൾ സ്റ്റേജ്. ആ സ്റ്റേജിൽ നമുക്ക് എന്തൊക്കെ ടാസ്കുകളാണുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അക്വയറിങ് ഫിസിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഓർഡിനറി ഗെയിം, ബിൽഡിംഗ് ഓസം ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വൺ സെൽഫ് ആസ് എ ഗ്രോയിങ് ഓർഗാനിസം, ലേണിംഗ് ഗെറ്റ് അലോങ് വിത്ത് ഏജ് മേറ്റ്സ്, ലേണിംഗ് അപ്രോപ്രിയേറ്റ് മസ്കുലിൻ ഓർ ഫെമിനൈൻ റോൾസ്,
developing fundamental skills in reading, writing, and calculating, developing concepts necessary for everyday living, developing values and beliefs related to life, developing attitude towards social groups and institutions. പ്രീ സ്കൂൾ സ്റ്റേജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈമറി സ്കൂൾ സ്റ്റേജ് എന്ന് പറയുന്നതും കുറച്ചും കൂടി നമ്മുടെ സ്കിൽസൊക്കെ സോഷ്യൽ ആവാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളേക്കാൾ കൂടുതൽ സോഷ്യൽ ആവാൻ തുടങ്ങുകയാണ് നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ നിൽക്കുന്നു പറയുന്നത്. അതുപോലെ ഫണ്ടമെൻ്റൽ സ്കിൽസ് ആയിട്ടുള്ള റീഡിങ്, റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ് തുടങ്ങിയ സ്കിൽസൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഇത്തരം ടാസ്കുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ഈ സ്റ്റേജിലാണ്. ഇനി അടുത്ത സ്റ്റേജായിട്ടുള്ള സെക്കൻഡറി സ്കൂൾ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു അഡോളസൻ സ്റ്റേജിലൊക്കെ നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് അച്ചീവിങ് ന്യൂ ആൻഡ് മോർ മെച്യൂർ റിലേഷൻ വിത്ത് ഏജ് മേറ്റ്സ് ഓഫ് ബോത്ത് സെക്സസ്, ടേക്കിംഗ് അപ്പ് മസ്കുലിൻ ഓർ ഫെമിനൈൻ റോൾ ഇൻ പെർഫോമിംഗ് ടാസ്ക്, അച്ചീവിങ് അഷ്വറൻസ് ഓഫ് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്, selecting and preparing for an occupation, preparing for marriage and family life, developing in the intellectual skills and concepts necessary for civic competency, acquiring a set of values as a guide to behavior according to the norms of society, desiring and achieving socially responsible behavior. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നമ്മൾ ചെയ്യേണ്ട ടാസ്കുകളെന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഫോഴ്സസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ എന്തൊക്കെ ടാസ്കുകളാണ് ഉള്ളതെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എന്താണ് ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്? ദീസ് ആർ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ദാറ്റ് ഹിൻഡേഴ്സ് ഫ്രം സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്. നമ്മൾ പറഞ്ഞ ഡെവലപ്മെൻറ്റ് ടാസ്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധികളെയാണ് ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ ടാസ്കുകൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നമ്മുടെ മനോനില ഓക്കെ അല്ലെങ്കിലും നമുക്ക് സൊസൈറ്റിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെയാണ്, തടസ്സങ്ങളെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഡെവലപ്മെൻറ്റിനൊരു ഗൈഡ് ലൈൻസാണ് സെറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനെ ഹിൻഡർ ചെയ്യുന്ന എന്താണെങ്കിലും അത് നമുക്ക് ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിനെന്ത് പറയാം, പൊട്ടൻഷ്യൽ ഹസാർഡ്സ് എന്നും പറയാം. Because development tasks play an important role in setting guidelines for normal development, anything that interferes with their mastery may be regarded as a potential hazards. ഇനി നമുക്ക് ഡെവലപ്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട 3 കോമൺ പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെയാണ് ഇൻഅപ്രോപ്രിയേറ്റ് എക്സ്പെക്റ്റേഷൻസ്, രണ്ടാമത്തെ ക്രൈസിസ് ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ്, മൂന്നാമത്തെ ബൈപാസിംഗ് ഓഫ് എ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇനി ഒന്നാമത്തെ ഇൻഅപ്രോപ്രിയേറ്റ് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ചിലപ്പോൾ മാനസികമായോ ശാരീരികമായോ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ആ ടാസ്കുകൾ കൃത്യമായി ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ അവർക്ക് കടുത്ത മാനസിക സംഘർഷമൊക്കെ അനുഭവപ്പെടും. അപ്പം ഇത്തരത്തിൽ അവർക്ക് ആ ടാസ്കുകൾ ചെയ്യാൻ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് നമുക്കും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു സ്ട്രെസ്സൊക്കെ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഹസാർഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ക്രൈസിസ് ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് മാറുമ്പോൾ അവരനുഭവപ്പെടുന്ന മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെയാണ് ഇതിൽ പറയുന്നത്. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു അഡോളസൻ ഏജിൽ നിന്നും അഡൾട്ടിലേക്ക് മാറുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവില്ലേ. അപ്പോൾ അത് അവരുടെ മനസ്സിന് കുറേ പ്രതിസന്ധികളാണ്, അല്ലെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്രൈസിസുകളാണ് രണ്ടാമത്തെ പൊട്ടൻഷ്യൽ ഹസാർഡ്. മൂന്നാമത്തെയാണ് ബൈപ്പാസിംഗ് ഓഫ് എ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കുറേ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു ടാസ്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല, അത് സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് വരുന്ന ടാസ്കുകളും നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ ആദ്യമേ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ടാസ്കിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അടുത്തൊരു ഹസാർഡ് വരുന്നത്. അപ്പോൾ ഈ 3 എണ്ണമാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന പൊട്ടൻഷ്യൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്.
ഒന്നാമത്തെ ഇൻഅപ്രോപ്രിയേറ്റ് എക്സ്പെക്റ്റേഷൻസ്, രണ്ടാമത്തെ ക്രൈസിസ് ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ്, മൂന്നാമത്തെ ബൈപ്പാസിംഗ് ഓഫ് എ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇനി ഈ ഭാഗത്തു നിന്ന് മുൻവർഷങ്ങളിൽ കേട്ടറ്റ് പരീക്ഷയിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിലൊന്നാമത്തെയാണ് ദ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഈസ് ഗിവൻ ബൈ ഓപ്ഷൻ 1 പാവ്ലോവ്, 2 തോണ്ടൈക്ക്, 3 ഹാംഹെസ്റ്റ്, 4 B.F. സ്കിന്നർ. ആരാണ്? നമ്മൾ പഠിച്ചു അല്ലേ, ഹാവിംഗ്ഹെസ്റ്റ് ആണ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് കൊണ്ടുവന്ന വ്യക്തി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസ്? ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അഡോളസൻറ്റ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് അല്ലാത്തത്? നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഫസ്റ്റ് വൺ, ന്യൂ റിലേഷൻസ് വിത്ത് ഏജ് മേറ്റ്സ് ഓഫ് ബോത്ത് സെക്സ്. 2, അച്ചീവിങ് ഫിസിയോളജിക്കൽ സ്റ്റെബിലിറ്റി. 3rd, പ്രിപ്പയറിംഗ് ഫോർ ആൻ ഒക്യുപ്പേഷൻ. ആൻഡ് 4th വൺ, പ്രിപ്പയറിംഗ് ഫോർ മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ 2, അച്ചീവിങ് ഫിസിയോളജിക്കൽ സ്റ്റെബിലിറ്റി. ഇത് നമ്മൾ പ്രീ സ്കൂൾ സ്റ്റേജിൽ തന്നെ നമ്മൾ നേടിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ഫിസിയോളജിക്കൽ സ്റ്റെബിലിറ്റി നേടുക എന്നുള്ളത്. ബാക്കിയെല്ലാം അഡോളസൻ്റ് ഏജിൽ, ആ ഒരു കാലഘട്ടത്തിൽ, അതായത് സെക്കൻഡറി സ്റ്റേജിൽ നമ്മൾ നേടിയിരിക്കേണ്ട ഡെവലപ്മെൻറ്റൽ ടാസ്കുകളാണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്, അച്ചീവിങ് ഫിസിയോളജിക്കൽ സ്റ്റെബിലിറ്റി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാസ്ക് ഈസ് നോട്ട് എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് ലേറ്റർ ചൈൽഡ്ഹുഡ്? ലേറ്റർ ചൈൽഡ്ഹുഡിൽ ഉൾപ്പെടാത്ത ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ലേണിംഗ് ടു ടോക്ക്. ലേൺ ഫിസിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ്. ലേണിംഗ് ടു ഗെറ്റ് എലോങ് വിത്ത് ഏജ് മേറ്റ്സ്. ഡെവലപ്പിംഗ് ഫണ്ടമെൻ്റൽ സ്കിൽസ് ഇൻ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ്. ഇതിലേതാണ്? ലേണിംഗ് ടു ടോക്ക് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലേ. ലേറ്റർ ചൈൽഡ്ഹുഡ്, അതായത് ഒരു സ്കൂൾ സ്റ്റേജിൽ, പ്രൈമറി സ്കൂൾ സ്റ്റേജിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ലേണിംഗ് ഫിസിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഓർഡിനറി ഗെയിംസും, അതുപോലെ തന്നെ എലോങ് വിത്ത് ഏജ് മേറ്റ്സ്, ഫണ്ടമെൻ്റൽ സ്കിൽസ് ഇൻ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ് എല്ലാം തന്നെ ആ ഒരു സ്റ്റേജിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൽ ഉൾപ്പെടാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്, ലേണിംഗ് ടു ടോക്ക്. അത് പ്രീ പ്രൈമറി സ്കൂൾ സ്റ്റേജിൽ തന്നെ നമ്മൾ നേടേണ്ട ഒരു ഡെവലപ്മെൻറ്റൽ ടാസ്ക്കാണ്. നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഓരോ സ്റ്റേജസിലുമുള്ള ഡെവലപ്മെൻറ്റൽ ടാസ്കുകളാണ് അവർ കൂടുതലായിട്ടും ഓപ്ഷൻ തന്നിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് ഈ ടോപ്പിക്ക് കവർ ചെയ്യാം. താങ്ക്